എൻ്റെ പേര് പ്രസന്ന എന്നാണ്. അതുപോലെ തന്നെ ഈ മാഡത്തിനെ എത്രയോ സ്ഥലത്ത് സാർ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്. അന്നൊക്കെ സാറിനോട് നല്ല എമൗണ്ട് മേടിച്ച് ഉദ്ഘാടനമൊക്കെ ചെയ്തു പോയില്ലേ? അപ്പോഴൊക്കെ തോന്നാത്ത കാര്യം ഇപ്പം തോന്നണം എന്തിനാണ്? എത്ര സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്ത് അന്നൊന്നും തോന്നാത്ത കാര്യം ഇപ്പം പെട്ടെന്ന് മുളച്ചു വന്നാൽ വെച്ചാൽ പാവങ്ങളെ രക്ഷിക്കുന്നുണ്ട് അദ്ദേഹം. ഒരുപാട് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. 10 ലക്ഷം വെച്ച് ഞാനും ഫിജിക്കാർഡിലുള്ളതാണ്, ഞങ്ങളും വർക്ക് ചെയ്യുന്നതാണ് സാറിൻ്റെ ഇതിൽ. അപ്പോൾ എത്രയോ പേർക്ക് സാറ് സഹായം ചെയ്യുന്നുണ്ട്. ആ സഹായം ചെയ്യുന്നതിൻ്റെ അസൂയ കാരണമാണ് ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക്. നമസ്കാരം. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം, മലയാളത്തിലെ മാതക നടി എന്നൊക്കെ അറിയപ്പെടുന്ന ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ, അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യത്തിന് വേണ്ടി രാമൻപിള്ള അസോസിയേറ്റ്സ് വാദിക്കുമ്പോൾ വാദി ഭാഗവും പ്രതിഭാഗവും ഒരുപോലെ തന്നെ കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഹണി റോസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി രഹസ്യമൊഴി കൊടുത്തു. ഈ രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും തന്നെ ബോബി ചെമ്മണ്ണൂരിന് കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുബോധം ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി നടി ഹണി റോസിനെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപങ്ങളിൽ അസഹിഷ്ണുരായി തന്നെ നിൽക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഒരു കാരണവശാലും സ്ത്രീത്വത്തിനെതിരെ ഇങ്ങനെ പരാമർശങ്ങൾ നടത്താൻ പാടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും ബോബി ചെമ്മണ്ണൂർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ എടുത്തു പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. ഇന്നലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ ജനാവലിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ട് പലരും സംസാരിക്കുന്നത് കാണാൻ സാധിച്ചു. ക്രൈം ഓൺലൈൻ്റെ ക്യാമറകൾ ഇത് ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂർ സഹായം നൽകിയ, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ സഹായഹസ്തം സ്വീകരിച്ച ചില ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സ്ത്രീ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടക്കുന്നത് ആസൂത്രിതമായ നീക്കങ്ങളാണെന്നും ബോബി ചെമ്മണ്ണൂരിനെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ എന്നുമാണ് ആ സ്ത്രീ പറഞ്ഞത്. ബോബി ചെമ്മണ്ണൂർ സമൂഹത്തിലെ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾക്ക് നിരവധി സഹായങ്ങൾ നൽകുന്നു, ഒരുപാട് പേർക്ക് ജോലി നൽകുന്നു എന്നൊക്കെയാണ് ആ സ്ത്രീ പറഞ്ഞത്. ഞാനും ബോബി ചെമ്മണ്ണൂരിൻ്റെ സഹായം പറ്റിയിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. പലപ്പോഴും ഈ നടിയെക്കുറിച്ച് തന്നെ മോശമായ പരാമർശങ്ങൾ സമൂഹ മാധ്യമത്തിൽ പലരും ഉയർത്തിയിട്ടുണ്ട്. അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ആ സ്ത്രീ ക്രൈം ഓൺലൈൻ്റെ വക്താക്കളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ സമൂഹത്തിന് നന്മ ചെയ്യുന്നു. ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ കേസായി വന്നിരിക്കുന്നത്. നടി പണ്ട് തൻ്റെ FB കുറിപ്പിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ആളുകളും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിൽ നിന്ന് വരിക സ്വാഭാവികമാണ്. ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ നൽകിയ സഹായഹസ്തം സ്വീകരിച്ച് ധാരാളം ആളുകൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്, അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ഞാനും അതിൻ്റെ ഒരു വക്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഇന്നലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് ക്രൈം ഓൺലൈനോട് വ്യക്തമാക്കിയ ചില വസ്തുതകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എത്ര സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്ത് അന്നൊന്നും തോന്നാത്ത കാര്യം ഇപ്പം പെട്ടെന്ന് മുളച്ചു വന്നാൽ വെച്ചാൽ പാവങ്ങളെ രക്ഷിക്കുന്നുണ്ട് അദ്ദേഹം. ഒരുപാട് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. 10 ലക്ഷം വെച്ച് ഞാനും ഫിജിക്കാർഡിലുള്ളതാണ്, ഞങ്ങളും വർക്ക് ചെയ്യുന്നതാണ് സാറിൻ്റെ ഇതിൽ. അപ്പോൾ എത്രയോ പേർക്ക് സാറ് സഹായം ചെയ്യുന്നുണ്ട്. ആ സഹായം ചെയ്യുന്നതിൻ്റെ അസൂയ കാരണമാണ് ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്തോരം കുടുംബമാണ് രക്ഷപ്പെടണ കുടുംബങ്ങളൊക്കെ പട്ടിണിയില്ലാണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തം നടന്ന് ഇപ്പോൾ അടുത്ത് തന്നെ വയനാട് ഒരു പരിപാടി വെച്ചിട്ട് അതുകൊണ്ട് സ്റ്റേ കൊടുത്തു. എന്നിട്ട് ആ തൃശ്ശൂർ വെച്ചിട്ട് അത് പാവങ്ങൾക്കല്ലേ ആ പൈസ കിട്ടിയത് ചിലവഴിച്ചത്. ഞാനിവിടെ അടുത്താണ്, എറണാകുളത്ത് തന്നെയുള്ളതാണ്. ഞാനിപ്പോൾ സാറിനെ എനിക്കൊന്ന് കാണാൻ വേണ്ടി, കാരണം എനിക്ക് അത്ര ഇതാണ് സാറിനോട്, അത്ര ഇതാണ്. അപ്പോൾ സാറിനൊന്ന് കാണാൻ വേണ്ടി എനിക്ക് സഹായമൊന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഞാൻ ബോച്ചേടാ ഫിജിക്കാർഡിലുണ്ട്. ഫിജിക്കാർഡ് വഴി എനിക്ക് കുറച്ച് പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം. ലക്ഷങ്ങളല്ല, ശരിക്കും കോടിക്കണക്കിന് ആൾക്കാർ മുന്നോട്ട് വരാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് സാറ് കാരണം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടും. ഇതിപ്പോൾ ഒരു ഡ്രാമയായിട്ട് തന്നെയാണ് നമുക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നത്. എൻ്റെ പേര് പ്രസന്ന എന്നാണ്. അതുപോലെ തന്നെ ഈ മാഡത്തിനെ എത്രയോ സ്ഥലത്ത് സാർ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്.
അന്നൊക്കെ സാറിനോട് നല്ല എമൗണ്ട് മേടിച്ച് ഉദ്ഘാടനമൊക്കെ ചെയ്തു പോയില്ലേ? അപ്പോഴൊക്കെ തോന്നാത്ത കാര്യം ഇപ്പം തോന്നണത് എന്തിനാണ്? ഓക്കെ.